الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ഓരോ കാലാവസ്ഥകൾ മാറി വരുമ്പോഴും വ്യത്യസ്തങ്ങളായ ജിജ്ഞാസയും ഉത്കണ്ഠയും വച്ചു പുലർത്തുന്നവരാണ്. അത് ചൂട് കൂടിയാലും മഴ വർദ്ധിച്ചാലും പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടായാലും മറ്റിതര നാശനഷ്ടങ്ങൾ തുടർച്ചയായി സംഭവിക്കുമ്പോഴും ഓരോ പ്രദേശത്തെയും മനുഷ്യർ വലിയ ഉത്കണ്ഠയിലും ഭീതിയിലുമായി തീരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തു കാലാവസ്ഥ, എന്തൊരു സാഹചര്യം എന്നൊക്കെ സാധാരണ നിലയിൽ മനുഷ്യർ പറയാറുള്ളതാണ് ആ വാക്കുകൾ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ യുഅ്ദിനി ഇബ്നു ആദം യസുബ്ബുദ്ദഹ്റ വ അനദ്ദഹു, എന്നെ മനുഷ്യർ ഉപദ്രവിക്കുന്നു, അവർ കാലങ്ങളെ ആക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ കാലം എന്നത് ഞാൻ തന്നെയാണ്, അഥവാ എൻ്റെ നിയന്ത്രണത്തിലാണ്. മഹാനായ ഇമാം ഷാഫി അലൈഹി റഹ്മ ഈ വിഷയവുമായി ഒരൊറ്റ ലൈൻ, ഒരൊറ്റ കവിതയായിട്ടാണ് അദ്ദേഹം ആശയത്തെ സംഗ്രഹിച്ചത്. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. വലിയ അർത്ഥവത്തായ ഒരു കവിതയാണ്. നാം നമ്മുടെ കാലത്തെ കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ കുറ്റം നമ്മളിൽ മാത്രമാണുള്ളത്. നമ്മൾ കാലത്തെ കുറ്റപ്പെടുത്തുന്നു, യഥാർത്ഥത്തിൽ കുറ്റം നമ്മളിൽ മാത്രമാണ്. നമ്മുടെ കാലത്തിനുള്ള ഒരേ ഒരു കുറവ്, നാം അതിൽ നിലകൊള്ളുന്നു എന്ന് മാത്രം. നമ്മുടെ കാലത്തിനുള്ള ഒരേ ഒരു കുറവ്,
നമ്മൾ അതിനകത്ത് ജീവിക്കുന്നു എന്നതാണ്. നമ്മളാണെപ്പോഴും അതിൻ്റെ കാരണം. അതൊരു വലിയ അർത്ഥ വിവരണം ആവശ്യമില്ലാത്ത വിധം ആശയങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുവരി കവിതയാണ്. ഇമാം അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനോട് അക്കാലത്തുള്ള ചിലർ ചോദിച്ച ചോദ്യം ഇസ്ലാമിക ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിച്ചത് അല്ല തങ്ങളെ, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലം പോലെയല്ല, നിങ്ങൾ വന്നപ്പോഴാണ് ആകെ പ്രശ്നങ്ങൾ. അപ്പോൾ കുറ്റം അദ്ദേഹത്തിൽ ആരോപിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം. ഈ കാലത്തെ കുറ്റം പറയുന്നത് പോലെ തന്നെയാണ് ആ ചോദ്യോത്തരവും. അപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറിന് ഭരിക്കാനുണ്ടായിരുന്നത് എന്നെയും ഉമറിനെയും ഉസ്മാനിനെയും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഭരിക്കാനുള്ളത് നിങ്ങളെയാണ്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം ഇത് കുറച്ചുകൂടി വലിയൊരു വാചകമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് മനുഷ്യർ എന്ന നിലയിൽ നമ്മളാണ് ഇതിന് കുറ്റക്കാരും ഉത്തരവാദികളും. ഖുർആനിലെ വലിയ ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വചനമുണ്ട്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൗമതലത്തിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമാതീതമായപ്പോൾ കരയിലും കടലിലും വമ്പിച്ച കുഴപ്പങ്ങളുണ്ടായി. അത് സൂറ അൻഫാലിലേക്ക് വരുമ്പോൾ, അപ്പോൾ അത് ഭൂമിയിലായിരുന്നാലും ആകാശലോകത്തായിരുന്നാലും കാലാവസ്ഥകൾ നിയന്ത്രിക്കപ്പെടുന്ന നക്ഷത്ര ലോകങ്ങളിലാണെങ്കിൽ പോലും മനുഷ്യരാശിയുടെ ഇടപെടൽ നിമിത്തം ആകെ താറുമാറായി പോയിരിക്കുന്നു എന്നാണ് ഖുർആൻ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. സൂറത്ത് അൻഫാലിലേക്ക് വരുമ്പോൾ മുസ്ലിമുകളുടെ നേരെയാണ് അതിൻ്റെ കുറ്റം കൈ ചൂടുന്നത്. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ അള്ളാഹു വിളംബരം ചെയ്തത് വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, സത്യനിഷേധികൾ. അപ്പോൾ ഭൗതികവാദികളാകാം, നിരീശ്വരവാദികളാകാം, സന്ദേഹവാദികളാകാം, അങ്ങനെ ഏതെല്ലാം നിലയിലാണോ ബഹുദൈവ വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാകാം, എങ്ങനെയുള്ളവരായിരുന്നാലും അവർ അന്യോന്യം ഇടകലരുകയും അന്യോന്യം അംഗീകരിക്കുകയും പരസ്പരം അവർ ബന്ധം സ്ഥാപിക്കുകയും സ്നേഹിതരായി തീരുകയും അവരന്യോന്യം സംരക്ഷകരായി മാറുകയും ചെയ്യും. ഔലിയാ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. വല്ലദീന കഫറു ഔലിയാഉ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ വലിയകളാണ്. അപ്പം അങ്ങനെ അവർ ലോകമെമ്പാടും ആലോചനകളിലും ചിന്തകളിലും ഭാവി രൂപീകരിക്കുന്നതിലുമെല്ലാം ഓരോ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ്, അതിൻ്റെ വികാസം, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്, അതിൻ്റെ വളർച്ച, ആയുധ നിർമ്മാണങ്ങൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിലും അവർ പരസ്പരം അറിഞ്ഞും അറിയിച്ചും സഹകരിച്ചുമാണ് മുന്നോട്ട് പോവുക. അങ്ങനെ ഈ കാലഘട്ടത്തിലെ എല്ലാ ആശയവും നിങ്ങൾക്ക് ഈ വാക്കിനകത്ത് ഉൾപ്പെടുത്താം. സൂറ അൻഫാൽ. വഇല്ലാ തഫ്അലൂഹു, നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ. ഇപ്പോൾ മുസ്ലിമുകളുടെ നേരെയാണ് ഇനി ആ ചോദ്യം വരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രമത്തിൽ കഴിയുന്നില്ലെങ്കിൽ അവരൊറ്റക്കെട്ടായി വരുമല്ലോ. UN-ലായിരുന്നാലും അങ്ങനെ മറ്റ് ഏതൊരു ലോക സഭകളുടെ മുൻപിലായിരുന്നാൽ പോലും അവർ ആത്യന്തികമായി സന്ദർഭമനുസരിച്ച് ഏതൊന്നിനെ എതിർത്ത് തോൽപ്പിക്കണോ അതിനു വേണ്ടി അവരൊന്നാവും. നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ, നിങ്ങൾ പൊതുവെ ലോകത്ത്
100 ആശയവും 100 ധാരണകളും 100 രാജ്യങ്ങളും 100 ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും താലോലിക്കപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രമം അനുകരിക്കാനും ജീവിതത്തിൽ പകർത്താനും കഴിയുന്നില്ലെങ്കിൽ തക്കുൻ ഫിത്തിനത്തുൻ ഫിൽ അർള്, ഭൂമിയിൽ അതൊരു വലിയ നാശമാണ്. ഫസാദുൻ കിബീർ, അത് വലിയ കുഴപ്പവും ആയിരിക്കും ലോകത്തുണ്ടാവുക. ഒരു വിവരണവും നൽകാതെ കൃത്യമായി മനസ്സിലാവുന്നൊരു വചനമാണ്. അതാണ് ഇമാം ഷാഫി അലൈഹി റഹ്മ ഈ 2 വരിയിൽ ഒതുക്കി. നമ്മൾ ഓരോ കാലത്തെയും കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ കുറ്റങ്ങളും കുറവുകളും അയ്ബുകളും നമ്മളിലാണുള്ളത്. ഈ കാലത്തിൻ്റെ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു എന്നതാകുന്നു. എത്ര അർത്ഥഗാംഭീര്യമായ 2 വരി കവിത. ഇമാം ഷാഫി അലൈഹി റഹ്മയെ പോലുള്ളവർക്ക് അത് പറയാനും എഴുതാനും കഴിയും. സൂറത്ത് അൻആമിലെ ഒരായത്ത്, അത് മനുഷ്യരുടെ ഈ ജിജ്ഞാസയുടെയൊക്കെ ഒരു വിവരണമായിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ് ഈ ജിജ്ഞാസ എന്ന് ഞാൻ സൂചിപ്പിച്ചു ആദ്യമേ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അപ്പം മൊത്തത്തിൽ മനുഷ്യരാശിയുടെ മനസ്സിൻ്റെ സഞ്ചാരം ഏത് ദിശയിലേക്കൊക്കെ തിരിഞ്ഞാലും അവരുടെ ആശങ്കകൾക്കുള്ളൊരു മറുപടിയാണ് ഈ ആയത്ത്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും മഹാ അദൃശ്യങ്ങളുടെ വാതിൽ, അതിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇൽമുൽ ഗൈബ് എന്നാണ് അതിന് പറയുക. ഈമാൻ കാര്യത്തിൽ സിംഹഭാഗവും ഇൽമുൽ ഗൈബിൽ വിശ്വസിക്കണം എന്നാണ് അംബിയാ മുർസലുകൾ ആവശ്യപ്പെട്ടത്. അൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നിടത്ത് അദൃശ്യ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. കാരണം അദൃശ്യ കാര്യങ്ങൾ മനുഷ്യരിൽ ആരുടെ മുൻപിലും അത് വെളിവാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അൽ ഗൈബ് എന്നതിന് പറയാൻ കാരണം. മഹാ അദൃശ്യ കാര്യങ്ങളാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ആ അദൃശ്യം അറിയുന്നവർ ഇല്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലുള്ളതെല്ലാം അവൻ അറിയുന്നു, കടലിലുള്ളതെല്ലാം അവൻ അറിയുന്നു. അപ്പോൾ കടൽ ശാന്തമാകുന്നത് മാത്രമല്ല, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തിരമാലകളെക്കുറിച്ച് മാത്രമല്ല, അങ്ങ് കടലിൻ്റെ ആഴമേറിയ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ വരെ, ഒരു കടലിൻ്റെ ആകത്തുക, കരയെ എങ്ങനെയാണോ അറിയുന്നത് അതുപോലെ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല കൊഴിയുന്നതുവരെ ഇല്ല യഅലമുഹ, അത് അവനറിയാതെ സംഭവിക്കുന്നില്ല. അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിലെ നേരിയ ഒരു ചലനം വരെ, അത് സൂറത്തുൻ നിസാ ഒറ്റ വാക്കിൽ അവിടെ അള്ളാഹു ഉത്തരം പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറഞ്ഞപ്പോൾ മനുഷ്യരുടെ മനസ്സിനെ പ്രതിപാദിച്ച് വരുന്നിടത്താണ് അള്ളാഹു പറഞ്ഞത് ലഹു മാ സക്കന ഫിൽ ലൈലി വന്നഹാർ, രാപകലുകളിൽ ഈ മഹാപ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന നേരിയ ഒരു ചലനം പോലും അവൻ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഇതെല്ലാം അള്ളാഹു അറിയും. അതൊരു ഇല കൊഴിയുന്നത് വരെ. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി ഫീ ളുലുമാത്തിൽ അർള്,
ഭൂമിയുടെ ആഴങ്ങളിലും അന്ധതകളിലും ഉൾപ്പരപ്പുകളിലും മൂടിക്കിടക്കുന്ന ഒരു ധാന്യം വരെ, വലാ റത്ബിൻ വലാ യാബിസിൻ, അത് പച്ചയായിരിക്കാം അല്ലെങ്കിൽ ഉണങ്ങിയതായിരിക്കാം, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, കൃത്യവും വ്യക്തവുമായ ഒരു നിയമത്തിന് വിധേയമായി അള്ളാഹുവിൻ്റെ അറിവിൽ സൂക്ഷിക്കപ്പെട്ടതാകുന്നു. ശുദ്ധ ഖുർആൻ ഇൽമുൽ ഗൈബ് ഈ ഒരു ആയത്തിൽ മാത്രമല്ല, സൂറത്ത് അന്നാമിൽ മാത്രമല്ല, വേറെയും ആയത്തുകളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിപാദിച്ചപ്പോൾ പറഞ്ഞതാണ് ഗർഭാശയത്തിൽ വളരുന്ന വളർച്ചയെ സംബന്ധിച്ച്, രൂപത്തെക്കുറിച്ച്, അതിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാലാവധിയെക്കുറിച്ച്, അതിൻ്റെ ആയുസ്സിനെക്കുറിച്ച്, അങ്ങനെ പലതും. ഓരോ മനുഷ്യരും ജീവജാലങ്ങളും എവിടെ എപ്പോൾ മരണപ്പെടുന്നു എന്നതിനെക്കുറിച്ച്, മനുഷ്യർ അടുത്ത മണിക്കൂറിലോ ദിവസത്തിലോ സാഴത്തിലോ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച്, അങ്ങനെ വിശുദ്ധ ഖുർആൻ ഇൽമുൽ ഗൈബ് ഖുർആനിൽ പല സ്ഥലത്ത് പ്രതിപാദിച്ചു. ഇതൊക്കെ ഇതിനെ പ്രതിപാദിച്ചത് അള്ളാഹുവിൽ മാത്രമാണ് ഈ ജ്ഞാനം കുടികൊള്ളുന്നത് എന്നും മനുഷ്യർക്കതിൽ യാതൊരുവിധ ഇടപെടലും സാധ്യമല്ല എന്നും ബോധ്യപ്പെടുത്തി മനുഷ്യവർഗം അതിൻ്റെ നിസ്സാരത അവരെ അനുഭവിപ്പിക്കലാണ് ഈ ആയത്തൊക്കെ ചെയ്തത്. അവരെത്ര കഴിവുറ്റവരായി വന്നാലും പലതും അവർക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല, ഗ്രഹിക്കാൻ കഴിയുകയില്ല, നേടിയെടുക്കാൻ കഴിയുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സൂറ അൽ ഹദീദ്, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. സൂറത്തുൽ ഹദീദ് തുടർന്നുള്ള ഈ ആയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 5 വചനം കൂടിയുണ്ട് തുടർച്ചയായിട്ട്. അതും നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. യഅലമു മാ യലിജു ഫിൽ അർള്, ഭൂമിയിൽ എന്തു പ്രവേശിക്കുന്നതും അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് എന്തു പുറപ്പെടുന്നു എന്നതും അവൻ്റെ അറിവിൽപ്പെട്ടതാണ്. ഭൂമിയിലേക്ക് വരുന്നത് മാത്രമല്ല, ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നത്. അത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, സൂറത്ത് സിൽസാലിൽ, വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അത് ഉൾക്കൊള്ളുന്ന എല്ലാ ഘനപദാർത്ഥങ്ങളെയും പുറം തള്ളുന്ന ഒരു ദിവസത്തെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സൂറത്താണ് സിൽസാൽ. പ്രകമ്പനങ്ങൾ, ചലനങ്ങൾ, അഗ്നി സ്ഫോടനങ്ങൾ, ഇതൊക്കെ ആ ആയത്ത് വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ വരുന്നതും ഭൂമിയിൽ നിന്ന് പോകുന്നതും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. വമാ യൻസിലു മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വർഷിക്കുന്നത് എന്തും അവൻ്റെ അറിവിൽപ്പെട്ടതാകുന്നു. അതാണ് മഴ. അത് അവൻ്റെ അറിവിൽപ്പെടാതെ ഒരു തുള്ളി വെള്ളം പോലും ഭൂതലത്തിൽ വരുന്നില്ല, പതിക്കുന്നില്ല, അത് രൂപപ്പെടുന്നില്ല. അത് കാറ്റിനെ അയച്ചിട്ടാണ് ഈ വിസ്തൃതമായ ഭൂലോകത്ത് നാം കാണുന്നതും കാണാത്തതും അറിയുന്നതും അറിയാത്തതുമായ ഭൂപ്രദേശങ്ങളിൽ അത് എത്തിക്കുന്നത്. വരണ്ടു കിടന്ന ഊഷര ഭൂമിയിൽ വെള്ളം എത്തുമ്പോൾ തഴച്ചു വളരുന്ന ഒരുപാട് സസ്യാദികൾ, അങ്ങനെയാണ് ലോകത്ത് ജീവവർഗങ്ങൾ പലതും രൂപപ്പെടുക. മഴയാണ് അതിൻ്റെ അടിസ്ഥാനം. എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് നാം രൂപപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ്. അതും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളോടൊപ്പമാകുന്നു ഞാൻ. അള്ളാഹുവിൻ്റെ സാമീപ്യം
വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു പദം. ഞാൻ നിങ്ങളോടൊപ്പമാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങളുടെ ഓരോ ചെയ്തികളും ഉറ്റുനോക്കുന്നവനും അറിയുന്നവനും കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. ലഹു മുൽക്കുസ്സമാവാതി വൽ അർള്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിനാണ്. ഇതോരോ അദൃശ്യവും പറഞ്ഞിട്ട് അവസാനിപ്പിച്ച വാക്കതാണ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അവകാശം, അടിസ്ഥാനപരമായ ഉടമസ്ഥത അള്ളാഹുവിനാണ്. വൈലല്ലാഹി തുർജഉൽ ഉമൂർ. എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അള്ളാഹുവിലേക്കാണ് മടങ്ങിയെത്തുക, അവനിലേക്ക് മടക്കപ്പെടും. അതാണ് സൂറത്ത് ഹദീദിൽ അള്ളാഹു അറിയിച്ചത്. സൂറത്ത് ആലു ഇമ്രാനിലേക്ക് വരുമ്പോൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. നമുക്ക് കാണാതെ അറിയുന്ന ഒരായത്താണ്. നമ്മൾ 100 പ്രാവശ്യം കേൾക്കുന്നതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ആകാശലോകങ്ങളെയും ഭൂതലങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടിപ്പിലുണ്ട്. ആ സൃഷ്ടിപ്പിലെ ഏറ്റവും വലിയ ഒരു ചിന്തനീയമായ ഒരു വലിയ കാലാവസ്ഥയുടെ മാറ്റം വരുന്നതാണ് ഇനി വരുന്നത്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. പകലുകൾ ഭിന്നമായി തുടരുന്നു എന്നത്. രാത്രിയുടെ ഭിന്നതയിലാണ് പകലിൻ്റെ ഭിന്നതയാണ് രാത്രി. ഭിന്നത ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, ഇടകലർന്നുകൊണ്ടിരിക്കും, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, സമയം കൂടിയും കുറഞ്ഞും വരും. അതൊരു വലിയ പ്രതിഭാസമാണ്, രാപകലുകളുടെ ആവർത്തനം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആയാത്തിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഇത് വേണ്ടുവോളം അത്ഭുതകരമായ ചിന്ത നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ ആയാത്തുകൾ, തെളിവുകൾ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. രാത്രിയെയും പകലിനെയും അള്ളാഹു തകിടം മറിക്കുന്നു. അതിങ്ങനെ ഒരു ഗോളാകൃതിയിലുള്ളതിൻ്റെ മുകളിൽ വരുന്നത് നേരെ താഴെ വരും, താഴെ വരുന്നത് മുകളിൽ വരും. അങ്ങനെയാണ് തകിടം മറിക്കുന്നത്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. സൂറത്തുൻ നൂറിലെ ഒരായത്താണ്. ഇതിൽ ഒരുപാട് പാഠഭേദങ്ങളുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട് ഈ പറഞ്ഞതിൽ. അത് കാഴ്ചപ്പാടുള്ളവർക്കാണ് ഗ്രഹിക്കാൻ കഴിയുക. നേരത്തെ അൽബാബാണ് പറഞ്ഞത്, ഇവിടെ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാറാണ്. ഒറ്റത് മാത്രം കാണുന്നവരെ കുറിച്ചല്ല, കാഴ്ചപ്പാടുള്ളവർ ഏത് ദിശയിലൂടെ കണ്ടാലും കേട്ടാലും ചിന്തിച്ചാലും അവരെ അത്ഭുതത്തിലെത്തിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് രാപകലുകളെ തകിടം മറിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഈ മഹത്തായ പ്രവൃത്തി. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. എന്നാൽ സൂറത്തുൽ ഹദീദിൻ്റെ 3-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിനു വല്ലാഹിറു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അതിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു വല്ലാത്ത പ്രതിപാദനവുമാണ്. അനാദിത്വമുള്ളവനാണ് അള്ളാഹു. അവൻ്റെ ആദിമം എന്ന് പറയുന്നതിന് തുടക്കമില്ല. അതാണ് അനാദിത്വം എന്ന് നമ്മൾ പറയാൻ കാരണം. വൽ ആഖിറു, അവനാണ് ഏറ്റവും പരിസമാപ്തനും. അതിൻ്റെ അന്ത്യമല്ല, ആ അന്ത്യത്തെ മറികടക്കുന്നവനാണ്. വല്ലാഹിറു, അവൻ പരസ്യമാണ്. വൽ ബാത്തിനു, അവൻ പരോക്ഷവുമാണ്. എന്നിട്ട് പറഞ്ഞു വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അറിയുന്നവനാണ്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇമാം ഷാഫിയുടെ വാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഓരോ കാലത്തെ സംബന്ധിച്ചും അതാത് കാലയളവിൽ ജീവിക്കുന്നവർ കുറ്റം പറയുകയാണ്.
യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യർക്ക് അതേക്കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല. അവർ വെറുതെ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. കാറ്റ് വീശാം, മഴ പെയ്യാം, ഇടിമിന്നൽ ഉണ്ടാകാം, അങ്ങനെ പല അനർത്ഥതകളെക്കുറിച്ചും പറയാം. പക്ഷേ അത് അഭിപ്രായങ്ങളാണ്, അതൊരു ദൃഢമായൊരു അറിവല്ല. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ രാഷ്ട്രീയത്തിലുള്ളൊരു പ്രത്യേകത അതാണ്, എന്തും ആരോടും എപ്പോഴും ചോദിക്കാം. എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ല? എന്താണ് മുന്നറിയിപ്പ്? ജപ്പാൻ നിവാസികൾ ചോദിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അവരെങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത് എന്ന് പഠിച്ചു. ആ പഠനമാണ് അവരെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ്. ആരും ആശങ്കയും നൽകണ്ട, അത് ഇന്നതുപോലെ സംഭവിക്കുമെന്ന് അവർക്കറിയാം. സംഭവിക്കാവുന്ന സാഹചര്യങ്ങളെ അതിജയിക്കാനുള്ള പഠനമാണ് അവർ നേടിയെടുത്തത്. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുകയല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, സൂറ അഅ്റാഫ്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൂ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅ്തിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ അവഅമിന അഹ്ലുൽ ഖുറ അൻ യഅ്തിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. എത്ര ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാത്രം കേട്ടാൽ ആ വിഷയം തീരും. ഒരു നഗരവാസി അല്ലെങ്കിൽ പട്ടണവാസികൾ, നാഗരികത നേടിയ മനുഷ്യർ എന്നതിൻ്റെ അർത്ഥം, അവർ വിശ്വാസം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ സത്യസന്ധത, നീതിബോധം, അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. സഹവർത്തിത്വം, സഹായം, ഏറ്റെടുക്കൽ, മനുഷ്യരിൽ ആര് എന്നതല്ല, ആ മനുഷ്യരെ തന്നോടൊപ്പം ചേർത്ത് നിർത്താനുള്ള വിശാല മനസ്സ്, ഇതൊക്കെ വച്ചു പുലർത്തുക എന്നതാണ് ഇസ്ലാമിക നീതി. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോൾ പക്ഷപാതിത്വമില്ല, അക്രമമില്ല, വർഗീയതയില്ല, ശത്രുതയില്ല, ഇതര തരത്തിലുള്ള വെട്ടിപ്പിടുത്തങ്ങളില്ല, കൊലപാതകങ്ങളില്ല, സ്ത്രീകളെ ഉപദ്രവിക്കലില്ല, അങ്ങനെ യാതൊന്നുമില്ല. അപ്പോൾ നീതിയുക്തമായൊരു ജീവിതം നാഗരികത നേടിയ ജനപദം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശലോകത്ത് നിന്ന് മാത്രമല്ല അനുഗ്രഹം വർഷിക്കുക, ഭൂമിയിൽ നിന്നും വർഷിക്കും. അത് ഇമാം ഒരുപാട് ഹദീസുകളിൽ വന്നൊരു വാചകമുണ്ട്. ഇമാം മഹ്ദി ആരാണ് എന്ന് പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 7 or 9 കൊല്ലം ജീവിക്കുക, എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളാണ്. ഭൂമി നിറയും നീതി കൊണ്ട്, സത്യം കൊണ്ട്, പക്ഷപാതരഹിതമായ സ്വാതന്ത്ര്യം അനുഭവിപ്പിച്ചുകൊണ്ട് 7 or 9 കൊല്ലം ജീവിക്കുന്ന ഒരു അവസ്ഥ ഇമാം മഹ്ദിയുടെ ആഗമനം അറിയിക്കുന്ന ഹദീസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആകാശലോകത്ത് നിന്നും അഭിവൃദ്ധിയാണ് ലഭിക്കുക, ശിക്ഷയല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആകാശലോകത്ത് നിന്നും മഴ അനുഗ്രഹമായിരിക്കും, അഭിവൃദ്ധിയായിരിക്കും, ഐശ്വര്യമായിരിക്കും, വളർച്ചയായിരിക്കും. ഒരു നാടിനും ജനതയ്ക്കും ജീവജാലങ്ങൾക്കും പറവകൾക്ക് പോലും ആവശ്യമായിരിക്കും. ഭൂമിയിൽ നിന്നും ബർക്കത്തുണ്ടാവും, അത് അഭിവൃദ്ധിയാണ്. ഈ അഭിവൃദ്ധിയാണ് നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുന്നത്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വലാകിൻ കദ്ദബൂ, പക്ഷേ ആളുകൾ കളവാക്കി, സ്വജനപക്ഷം, അങ്ങനെ എന്തെല്ലാം അധർമ്മങ്ങൾ എന്ന് പറയാവുന്നതുണ്ടോ അതെല്ലാം ചെയ്യുന്നതിൽ ഉത്സുകരായി. കളവ് പറയുക, കള്ളസത്യം, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ഇതൊക്കെ ഒരു ഭാഗത്താണ്. മനുഷ്യരെ ഉപദ്രവിക്കലാണ്. പലിശ, ചൂതാട്ടം, വ്യഭിചാരവും അക്രമവും, മദ്യ ആസക്തികൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം,
അങ്ങനെയാണ് തുടങ്ങിയിട്ട് മനുഷ്യത്വരഹിതമായൊരു ജീവിത രീതിയിലേക്ക് വന്നപ്പോൾ അവര് പ്രവർത്തിച്ചതിൻ്റെ ഫലം അവരനുഭവിക്കണമല്ലോ. അങ്ങനെയാണ് നാം അവരെ പിടിച്ച് ശിക്ഷിച്ചത്. ഏതു ലോകത്തും, ഏത് ഗ്രാമത്തിലും, ഏത് മലയോര പ്രദേശങ്ങളിലും, ഏത് ഭാഗത്താണോ മനുഷ്യർ ജീവിച്ചത്, അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. അതിൻ്റെ കാരണം നിങ്ങളുടെ ചെയ്തികൾക്കുള്ള ഉത്തരമാണ്. എന്നിട്ട് തുടർന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫ അമീനാഹുൽ ഖുറ, നിങ്ങൾ ഇനിയും ശാന്തമായി ജീവിക്കുകയാണോ? ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോ, ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളുണ്ട് കൂടെ, പണമുണ്ട്, സുപ്രീം കോടതി വരെയും കേസ് നടത്താം, അനീതിക്ക് വേണ്ടി കേട്ടോ. ആരെയും കൊല്ലാം, ആരെയും ഉപദ്രവിക്കാം, ആരെയും തട്ടിക്കൊണ്ടുപോകാം, കൂറുമാറാം രാഷ്ട്രീയക്കാര്. അപ്പം ജനം വിഡ്ഢികളാവും, അവർ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അഫ അമീനാഹുൽ ഖുറ, ഒരു നഗരത്തിലുള്ളവരും പട്ടണത്തിലുള്ളവരും ശാന്തരമായി കഴിഞ്ഞ് കൂടാം, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി എഴുന്നേക്കാം എന്നാണോ വിചാരിക്കുന്നത്? അൻ യഅ്തിയഹും ബഅ്സുന, അവരെ നമ്മുടെ ബഅ്സ് അവരിൽ വന്നണയുമ്പോൾ, വഹും നായിമൂൻ, അവർ നല്ല ഉറക്കത്തിലാണ്. ആദ് ജനതയെയും സമൂദ് ജനതയെയും എടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കതാണ്. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നീട് കണ്ണു തുറക്കാൻ പോയിട്ട് ആർക്കും ആരെയും കാണാനും നോക്കാനും സഹായിക്കാനും കൂടെ വിളിക്കാനും സ്വാധീനം തെളിയിക്കാനും കഴിഞ്ഞില്ല. അതാണ് അള്ളാഹുവിൻ്റെ പിടുത്തം. അല്ലെങ്കിൽ പൂർവാന്നത്തിലാണ് നമ്മളുടെ ശിക്ഷ അവരെ പിടികൂടുന്നത്. അതിൽ അവർ നിർഭയരായി മുന്നോട്ട് പോകാം. പകലാണല്ലോ, നമുക്ക് നോക്കിയാൽ ഇതിനെയൊക്കെ നേരിടാമെന്നാണോ ആഗ്രഹം? വഹും യൽഅബൂൻ, അവർ കളി വിനോദ തമാശകളിലാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്താ അതിന് പറയുക, മനുഷ്യരിൽ ഒരു ചിന്ത നന്നാകണമെന്നല്ല, ഇങ്ങനെ പോരാ. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പടച്ചവനോട് ചില ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നിർവഹിക്കാനുള്ളൊരു കഴിവെങ്കിലും വേണം, ആഗ്രഹം വേണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബഅ്സ് വളരെ വലുതാണ്. സൂറത്തുൽ ബുറൂജ്, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും, ധാരാളമായി ചെയ്യും എന്നാണ് അവസാനം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പിടുത്തം വളരെ ശക്തമാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച വചനം അതാണ്, സൂറത്തുൽ ബുറൂജ്. നിങ്ങളത് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. എന്താണ് ആ പറയുന്നത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുക്കി തീർത്ത പ്രഖ്യാപനമല്ലാതെ മനുഷ്യർ ജീവിക്കുന്ന മുഴുവൻ ഇന്നുകളിലൂടെയും സഞ്ചരിക്കുന്ന പടച്ചവന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് അത്ര ഗൗരവം. എന്താണ് അതിൻ്റെ ഒരു ഉത്തരം? ഇനി അതിന് ചെയ്യാവുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, സൂറ അഹ്സാബ്, വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുക, ഓർക്കുക, പടച്ചവനെ വിളിക്കുക, ദൈവത്തെ എന്ത് ചെയ്യണം? ആശ്രയിക്കുക. സാധാരണ അമിതമായി സദാസമയം അല്ലാഹുവിനെ ആശ്രയിക്കുക, അവ മാത്രമേ നിങ്ങൾക്കുള്ളൂ. വസബ്ബിഹൂഹു ബുക്റത്തൻ വാസീല, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുക. നിങ്ങൾക്കറിയുന്ന ഭാഷയാകാം, അല്ലാതെയാകാം. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഭാഷ മാറുമ്പോൾ അറബിയിലായിക്കഴിഞ്ഞാൽ അത് തല്ലിപ്പൊളിച്ച് കളയുകയാണ്. കാരണം വിവരമില്ലാത്ത ആളുകൾ ഭരണകർത്താക്കളായാലുള്ള തകരാറതാണ്. അതൊക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ദൈവ നാമ സ്തോത്ര സ്തുതികൾ ഉയരട്ടെ എന്നാണ് മനുഷ്യരിൽ നിന്ന്. അതാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. എന്താ കാരണം? ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു, അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു,
അവൻ്റെ മലക്കുകളുടെ ലോകവും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയാണ്. എന്തിന്? ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ, നിങ്ങളെ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നു. മലക്കുകളും ഗുണം ചെയ്യുന്നു. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു വിശ്വാസികളോട് എത്രയോ കാരുണ്യമുള്ളവനാണ്. അപ്പോൾ ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയാണ് രത്നച്ചുരുക്കം ഖുർആനിലെ ഏതാനും ആയത്തുകളിലൂടെ നമ്മൾ ഒരു പരിശോധന നടത്തിയത്. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.